നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾ ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നില്ല. കാരണം ഈ കുഴപ്പമുണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ആൾ തന്നെയാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ജനയുഗം പത്രം പോലും അതിനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭരണകക്ഷിക്കാർക്ക് പോലും വിശ്വാസമില്ലാത്ത റിപ്പോർട്ടാണ് സമർപ്പിച്ചതെങ്കിൽ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഈ റിപ്പോർട്ടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ യാതൊന്നും തന്നെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. ഇതിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്നവരും ഈ ദേവസ്വത്തിന് പൂർണ്ണ ഉത്തരവ്, ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിനാണ് ഉത്തരവാദിത്വം. ദേവസ്വത്തിൻ്റെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട്. അതിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ. അങ്ങനെയെങ്കിൽ കേസെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ദേവസ്വങ്ങൾക്കെതിരെ കേസെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരം കേരളത്തിൽ ഈ സർക്കാരിന് നേരിടേണ്ടി വരും. കാരണം ദേവസ്വങ്ങൾക്ക് ആചാരം അനുസരിച്ച് പൂരം നടത്താനാണ് ദേവസ്വങ്ങൾ ശ്രമിച്ചത്. ആചാരങ്ങൾ ലംഘിച്ചപ്പോഴാണ് തിരുവമ്പാടി ദേവസ്വം പറഞ്ഞത് ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആചാര ലംഘനം നടത്താൻ ദേവസ്വത്തിനെ പ്രേരിപ്പിച്ചത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെള്ളപൂശാൻ വേണ്ടി ദേവസ്വങ്ങളെ പ്രതിയാക്കാൻ നോക്കിയാൽ അത് വിശ്വാസികൾ ഒരിക്കലും ക്ഷമിക്കുന്ന പ്രശ്നവുമില്ല. ആ വിശ്വാസികളോടൊപ്പം കേരളത്തിലെ UDF ഉണ്ടാവും. ഈ CPI പരസ്യമായ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഇക്കാര്യത്തിൽ ബാഹ്യ ഇടപെടൽ അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട്. എന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് ADGP സംരക്ഷിക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ, പിണറായിയുടെ കവചകുണ്ടലങ്ങളാണ് ശശിയും അജിത് കുമാറും. അവരെ കൈവിട്ടാൽ പല രഹസ്യങ്ങളും പുറത്താവും. പിന്നെ മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ രണ്ടുപേരെയും സംരക്ഷിക്കുന്ന നാണം കെട്ട നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുമ്പോൾ ദൗർഭാഗ്യവശാൽ മറ്റുള്ളവർ അതിന് കൂട്ടുനിൽക്കുകയാണ്, LDF-ലെ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എന്താണ് CPIയുടെ അഭിപ്രായം ഇപ്പോൾ നാളെ മാറ്റിയാൽ ഞങ്ങളുടെ അഭിപ്രായം മാറില്ല. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരന്വേഷണത്തിനെയും ഞങ്ങൾ അനുകൂലിക്കില്ല. പോലീസ് അന്വേഷണത്തിൽ കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടില്ല എന്നാണോ? തീർച്ചയായും പോലീസാണ് കലക്കിയത്. പോലീസിൻ്റെ തലപ്പത്തുള്ളവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കലക്കിയെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെയൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈ റിപ്പോർട്ടേ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പ്രതിഷേധ കൂട്ടായ്മയുടെ സമരം തുടങ്ങുകയാണ്. ഇന്ന് മുതൽ നിരന്തര സമരങ്ങളാണ് ഈ സർക്കാരിനെതിരായിട്ട്. തുടർ സമരങ്ങളും ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി രാജിവെച്ച് പോയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ഈ കാര്യത്തിൽ UDF-ന്റെ കൃത്യമായ നിലപാടാണ്. നേരത്തെ ആവർത്തിക്കുകയാണ് നിലപാട്. ഇതിൽ ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ്. അത് കാരണം പൂരം കലക്കിയ ആൾ തന്നെ ഈ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ എന്ത് വിശ്വാസ്യതയാണല്ലെന്ന ചോദ്യമാണ് UDF സ്ഥാനാർത്ഥി കൂടിയായിരുന്ന മുരളീധരൻ ഉയർത്തുന്നത്.